ബറാഖ താഴ്വര, ദ വാലി ഓഫ് ബറാഖ. യുദ്ധത്തിൽ ജയിച്ചിട്ട് ദൈവത്തിൻ്റെ മക്കൾ സ്തുതിക്കുന്ന ഒരു താഴ്വരയാണ് ബറാഖ താഴ്വര. യുദ്ധഗോളത്തിൽ നമ്മൾ ആത്മാവിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ജയം നിശ്ചയമാണ്, സംശയമില്ലാത്ത സത്യമാണ്. പല പ്രശ്നങ്ങളും വരുമ്പോൾ നമ്മൾ താണു പോകുമെങ്കിലും കർത്താവ് യുദ്ധത്തിൽ ജയമെടുക്കും എന്നുള്ളതിന് നിസ്സംശയമില്ലാത്ത സത്യമാണ് ഈ ഒരു ദൂതിനകത്തൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. 2 ക്രോണിക്കിൾസ്, ദ സെക്കൻഡ് ക്രോണിക്കിൾസ് 20:26, 2 ദിനവൃത്താന്തം 20:26 വാക്യമാണ് എടുക്കുന്നത്. ഇങ്ങനെയാണ്: 4-ാം ദിവസം അവർ ബറാഖ താഴ്വരയിൽ ഒന്നിച്ചുകൂടി അവർ അവിടെ യഹോവയ്ക്ക് സ്തോത്രം ചെയ്തതുകൊണ്ട് ആ സ്ഥലത്തിന് ഇന്നുവരെ ബറാഖ താഴ്വര എന്ന് പേർ വിളിക്കുന്നു. 4 ദിവസം, അതായത് യുദ്ധത്തിൽ ജയമെടുത്തിട്ട് കൊള്ളയെടുക്കാൻ 3 ദിവസം കൊള്ളയെടുത്തിട്ടും തീർന്നില്ല. ശത്രു പോകുമ്പോൾ നമുക്കൊരു കൊള്ളയെടുപ്പുണ്ട്. അത് എത്ര പേരത് ചെയ്തെടുക്കുന്നു. പലരും ആത്മാവിൽ ജയമെടുത്ത് കഴിയുമ്പം പറയാൻ പേടിക്കുന്നത് ആത്മീക ജലസി ഒരു വലിയ ശത്രു തന്നെയാണ്. അതിനെ അഴിച്ചു മാറ്റാൻ ദൈവം കൃപ തരട്ടെ. നമ്മൾ ഈ 2 ദിനവൃത്താന്തം 20 പറയുന്നത് 2 ശത്രുക്കൾ, മൊവാബ്യരും അമോന്യരും, അവരോടുകൂടി എമ്മൂന്യരും, 3 പേരാണ് യഹോശാഫാത്തിൻ്റെ യുദ്ധത്തിന് വരികയാണ്. അതിനുശേഷം മൊവാബ്യരും അമോന്യരും അതുപോലെ അവരോടുകൂടെ മെയ്യൂന്യരിൽ ചിലരും യഹോശാഫാത്തിന് നേരെ യുദ്ധത്തിന് വരുന്നു. അപ്പോൾ 3 ശത്രുക്കളെ യഹോശാഫാത്തിന്, അതായത് ദൈവത്തിൻ്റെ മക്കൾക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ വരുമ്പോൾ ഈ ദൂത് അല്ലെങ്കിൽ ഈ വാർത്ത അറിഞ്ഞിട്ട് രാജാവ് ഭയപ്പെടുകയാണ്. ശരിയല്ലേ? ഒന്നിച്ച് ഒരു സുപ്രഭാതം എപ്പോഴും ഓർക്കണേ, ശത്രു വരുമ്പോൾ ഇല്ല എല്ലായിടത്തൂടെ കയറി വരും. നമ്മളറിയത്തില്ല, ഒരു നിമിഷം കൊണ്ട് എല്ലാം നശിപ്പിച്ചില്ലാതാക്കുന്നു. യോബിൻ്റെ ജീവിതത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. അവൻ ഇങ്ങനെ കരുതിക്കൂട്ടി വെച്ചിരിക്കും. എന്നിട്ട് നമ്മളത് പ്രാർത്ഥനയായിട്ട് വാർഡ് ഓഫ് ചെയ്യുന്നില്ല എങ്കിൽ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്ന് ഇല്ലാതങ്ങാക്കും. ചില കുടുംബങ്ങൾ പോകുമ്പം 6 പേര് ഒന്നിച്ച് പോയി 6 പേര് മരിച്ചു കേട്ടിട്ടുണ്ടോ? ഒരാൾ പോലും. നമുക്കറിയാവുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അവർ അമേരിക്കയ്ക്ക് പോകുമ്പോൾ അവർ 2 പേരും ഹസ്ബൻഡ് ആൻഡ് വൈഫ് ഒന്നിച്ച് യാത്ര ചെയ്യത്തില്ല. ഒരാൾക്കെങ്കിലും ഞാനങ്ങനെ വിശ്വസിക്കുന്നില്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ചില സന്ദർഭങ്ങളിൽ ആപത്ത് ഒന്നിച്ചിങ്ങോട്ട് വന്നിട്ട് എല്ലാം കൂടി ഇല്ലാതാക്കുന്നത് അത് ദൈവത്തിൻ്റെ അല്ല. പല പ്രാവശ്യം ദൈവം വാണിങ് തന്നു കാണും. അത് ആരും ശ്രദ്ധ വെച്ച് കേട്ട് കാണത്തില്ല, അത് വെച്ച് പ്രാർത്ഥിച്ച് കാണത്തില്ല. ചില കാര്യങ്ങൾക്ക് മനസ്സിലാക്കാൻ പാടെങ്കിലും ഇങ്ങനെയുള്ള ആപത്തുകൾ ഒരിക്കലും ദൈവം അനുവദിക്കുന്നു വിശ്വാസികൾക്ക് ദൈവം കൊടുക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ വിശ്വസിച്ചുകൊണ്ടും അങ്ങനെ തന്നെ വചനം അയക്കുന്നത്. അപ്പം യഹോശാഫാത്ത് ഭയപ്പെട്ടിട്ട് യഹോവയെ അന്വേഷിക്കാൻ പോയി. ദൈവത്തെ അന്വേഷിക്കുക. ഒരു പ്രശ്നം വരുമ്പം അണിയാൻ്റെ പുറകെയും പിന്നെ നോക്കുന്നവരുടെ പുറകെയൊക്കെ പോകാതെ, ശകുനം നോക്കുന്നവരുടെ പുറകെ പോകാതെ യഹോശാഫാത്ത് ചെയ്തതുപോലെ ദൈവത്തെ അന്വേഷിക്കാൻ പോയി. അത് യഹോശാഫാത്ത് ദൈവത്തിൻ്റെ ആലയത്തിൽ ഈ ദുഷ്ടൻ്റെ വാർത്തകളുമായിട്ട് ദൈവത്തിൻ്റെ സഭാമധ്യേ ചെന്നിട്ട് പറയാണ്, ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ. ഇത് വായിക്കുന്നത് 2 ദിനവൃത്താന്തം 20:6. ഞങ്ങളുടെ പിതാക്കന്മാരുടെ ദൈവമായ യഹോവേ, നീ സ്വർഗസ്ഥനായ ദൈവമല്ലോ. നീ ജാതികളുടെ സകല രാജ്യങ്ങളെയും ഭരിക്കുന്നുവല്ലോ. ആർക്കും എതിർപ്പാൻ കഴിയാത്ത ശക്തിയും പരാക്രമവും നിനക്കുണ്ടല്ലോ. ജാതികളെ ഭരിക്കുന്നതും നീ തന്നെയാണെന്ന് നമുക്ക് എത്ര പേർക്ക് പറയാനറിയാം? ഈ ദുഷ്ടൻ ഇപ്പോൾ ഫറോൻ്റെ ഹൃദയം കഠിനമാക്കിയതും മൃദുവാക്കിയതും ദൈവം തമ്പുരാൻ തന്നെ. അപ്പോൾ ശത്രു വരുന്നതും ശത്രു അടിക്കുന്നതും ദൈവം അറിഞ്ഞിട്ടാണ് എങ്കിൽ നമ്മൾ ദൈവത്തോട് ഉറപ്പിച്ച് നിൽക്കാമെങ്കിൽ അത് പറയാനുള്ള ധൈര്യമെങ്കിലും. ശത്രുവിനെ അയച്ചത് നീയാ കർത്താവേ, ഒരുപക്ഷെ എന്നിലുള്ള ബലഹീനത വല്ല ആണെങ്കിൽ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഉടനെ സംഗതി തിരിച്ചു വരും. യുദ്ധങ്ങളിൽ പോകുമ്പോൾ അവസാന നിമിഷത്തിൽ ചില തിരിച്ചുമറിയ പോലെ പെട്ടെന്ന് തിരിച്ചു വരുന്നതാണ്. വേദപുസ്തകത്തിൽ ഒരിടത്ത് യുദ്ധം വലിയ സീരിയസ് ആയിട്ട് നടക്കുമ്പോൾ ഒരു മനുഷ്യൻ, ഒരു രാജാവ് അയാളുടെ മകളെ കണ്ട് കുരുതി യാഗം കൊടുക്കുന്നു, യുദ്ധം നിർത്തി കൊടുക്കുന്നു. അത് ദൈവത്തെ അറിയുന്നവർ പോലുമല്ല. അപ്പോൾ ഇതൊക്കെ ഈ സത്യദൈവത്തിൻ്റെ ശക്തി എന്തെന്ന് മനസ്സിലാക്കിയാൽ ശത്രുവിൻ്റെ ഒരു പോരാട്ടവും നമ്മുടെ മേൽ ജയിക്കത്തില്ല. ഞാൻ കുറേ പേടിപ്പിച്ച് നടക്കും, പക്ഷെ ജയം ദൈവത്തിൻ്റെ തന്നെ. എന്നിട്ട് പറയുന്നുണ്ട്, അപ്പോൾ ഉടനെ തന്നെ, ഞങ്ങളുടെ ദൈവമേ, നീ നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെ മുമ്പിൽ നിന്ന് ഈ ദേശത്തിലെ നിവാസികളെ നീക്കിക്കളഞ്ഞ് അത് നിൻ്റെ സ്നേഹിതനായ അബ്രഹാമിൻ്റെ സന്തതിക്ക് കൊടുത്തല്ലോ. ഓർപ്പിക്കുകയാണ് കർത്താവ് പറയുന്നുണ്ട്, യെശയ്യാ പറയുന്നുണ്ട്, എന്നെ ഓർപ്പിക്കാം. നമ്മൾ ചില സന്ദർഭം ദൈവത്തെ ഓർപ്പിക്കണം. ദൈവത്തിന് മറവിയായിട്ടൊന്നുമല്ല.
ദൈവത്തിന് ചില സംഗതികൾ ഒന്നും കൂടെ ഒന്ന് ഓർപ്പിച്ച് കൊടുക്കുന്നത് നമ്മൾ എത്രമാത്രം അവൻ്റെ വാക്കിൽ അല്ലെങ്കിൽ അവൻ ചെയ്തതിൽ ഉറച്ചു നിൽക്കുന്നു എന്നറിയാനാണ്. അപ്പന്മാർ പറഞ്ഞു എൻ്റെ മോള, കൊച്ചു പിള്ളേർ വെച്ച് എൻ്റെ മോളല്ല എന്ന് അവൾ വരുമ്പം ഇല്ല എൻ്റെ മോളാന്ന് പറഞ്ഞ് മകൾ മടിയിൽ ഇച്ചിരും കൂടെ ഉറപ്പിച്ച് കയറിയിരിക്കുക. അത് മോളല്ലാഞ്ഞിട്ടല്ല, ചുമ്മാ അത് കേൾക്കാൻ വേണ്ടി. അതുപോലെ തന്നെ ദൈവം നമ്മൾ ചില സന്ദർഭങ്ങളിൽ ഈ ദൈവം ആരെ എന്ന് നമ്മുടെ വാവുകൊണ്ട് പറയുന്നത് ദൈവത്തിന് കേൾക്കാൻ അത് ആവശ്യമാണ്. ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനാണ് ഈ ദൂത് അയക്കുന്നത്. അവർ പറയാണ് ഇത് ഇന്നലെ തുടങ്ങിയതല്ലല്ലോ, ഈ സ്ഥലം ഞങ്ങൾക്ക് അബ്രഹാമിന് കൊടുത്ത സ്ഥലമല്ലേ, അബ്രഹാമിൻ്റെ വാഗ്ദത്ത പ്രകാരം അവർ നമ്മൾ ശത്രുക്കളെ അന്ന് ഇല്ലാതാക്കാതെ അവരെ നശിപ്പിക്കാതിരുന്നുകൊണ്ട് ഇന്നിപ്പോൾ അവർ നമുക്കെതിരായിട്ട് യുദ്ധത്തിന് വരുന്ന നീ കാണുന്നില്ലേ എന്ന് ചോദിച്ച് അവർ സങ്കടം പറയുന്നുണ്ട്. ഞങ്ങൾ ഈ എന്ത് പ്രശ്നം വന്നാലും ഞങ്ങൾ ഈ ആലയത്തിൻ്റെ മുമ്പിലും നിൻ്റെ സന്നിധിയിലും വന്ന് നിൻ്റെ നാമം ഈ ആലയത്തിൽ ഉണ്ടല്ലോ, ഞങ്ങളുടെ സങ്കടങ്ങളിൽ നിന്നോട് നിലവിളിക്കുകയും നീ കേട്ട് രക്ഷ വരുത്തുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ കഷ്ടം വരുമ്പോഴെല്ലാം ഞങ്ങൾ ഈ ആലയത്തിലേക്ക് ഓടി വന്ന് പ്രാർത്ഥിക്കാറുണ്ടല്ലോ, നീ അപ്പോഴെല്ലാം സഹായിച്ചിട്ടുണ്ടല്ലോ. സി യു ആർ റിമെമ്പറിങ് ഓർ റിമൈൻഡിങ് ഗോഡ് ഓഫ് ഓൾ ദ ഗുഡ്നെസ് ഹി ഹാസ് ഡൺ അൺടിൽ നൗ. ശരിയാണ്, ഇന്ന് വരെ ദൈവം ചെയ്ത നന്മകൾ വിളിച്ചു പറയാൻ. അതുകൊണ്ടാണ് ഒത്തിരി പ്രയാസങ്ങൾ ഒന്നിച്ചു പറയുന്നവരോട് ഞാൻ പറയും അവിടെ ഒന്ന് നിർത്തിക്കേ, ദൈവം ചെയ്ത നന്മകളൊന്ന് പറയാൻ നോക്കാമെന്ന് പറയുമ്പോഴത്തേക്ക് ഇവരുടെ ട്യൂൺ മാറും, പെട്ടെന്ന് മാറും. അത് നമുക്കും ആവശ്യമുണ്ട്. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കർത്താവുമായിട്ടുള്ള ആ ഒരു സോങ് ഓഫ് സോങ്സിൽ പറയുന്നത് പോലെ ദൈവവുമായിട്ടുള്ള ഉറ്റ ബന്ധത്തിലേക്ക് നമ്മൾ കയറി ചെല്ലണം. ആ ഉത്തമ ഗീതത്തിൽ ചെന്നിട്ട് ഞാൻ എൻ്റെ കാന്തനും ആത്മാവിൻ്റെ കാന്തനുമായിട്ട് മാത്രമേ ഇരിക്കാൻ. അത് എത്ര പേര് ചെയ്യുന്നുണ്ടെന്നറിയത്തില്ല, പക്ഷെ അത് ചെയ്യാനൊത്തെങ്കിൽ ഞാനത് കണ്ടിട്ടുള്ളത് സൗദി വെച്ചാണ്. ഞങ്ങൾക്ക് നല്ല ആത്മാവിൽ പ്രാർത്ഥന ലീഡ് ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു നല്ലോണം പാട്ട് മ്യൂസിക് വളരെ എക്സ്പേർട്ട്. അവരെപ്പോഴും പറഞ്ഞു കേൾക്കാം, ഞങ്ങൾക്ക് അരാംകോയിലുള്ളപ്പോൾ നമ്മൾ അവിടുന്ന് ബീച്ചിൽ പോകാൻ വണ്ടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ സ്ത്രീ കുറച്ച് സാധനം എടുത്തുകൊണ്ട് ബീച്ചിലേക്കുള്ള വണ്ടി കയറിയിട്ട് അവിടെ പോയിട്ട് രാവിലെ തൊട്ട് വൈകിട്ട് വരെ ചുമ്മാ ബീച്ചിലിരുന്ന് ദൈവത്തെ സ്തുതിച്ചേച്ച് തിരിച്ചു വരുമെന്ന്. അത് അവരുടെ ഒരു ശീലമാണ്. ദാറ്റ് മീൻസ് ഷീ ഈസ് റീഎൻഫോഴ്സിങ്, അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള ബന്ധം തനിയെ ഇരുന്ന് ആത്മാവിൽ പുതുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊക്കുമോ? നമ്മളങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഒരു ദിവസം ഇന്ന് ദൈവത്തോട് മാത്രം 24 മണിക്കൂർ ഞാനൊന്നും മിണ്ടത്തില്ല, ദൈവത്തോട് മാത്രമേ സംസാരിക്കത്തുള്ളൂ പറഞ്ഞ് ഒരു ദിവസം ഒന്ന് ഉപവസിച്ച് നോക്കി. അഴുക ഇന്ത്യ ഒന്നും കയറ്റത്തില്ലെന്ന്. അതൊരു അതിശയമല്ലേ ചെയ്യാനൊത്തെങ്കിൽ. അങ്ങനെ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഉണ്ടായിരുന്ന ഒരു ലേവ്യനിൽ യഹസിയേൽ എന്ന ഒരു ലേവ്യൻ്റെ മേൽ വന്നിട്ട് പറഞ്ഞെന്താണ്, ഈ വലിയ സമൂഹം നീ കണ്ടിട്ട് നീ പേടിക്കണ്ടെന്നേ, ഭ്രമിക്കരുത്, യുദ്ധം നിങ്ങളുടേതല്ല ദൈവത്തിൻ്റെ അത്രേ. അവിടെ നിർത്താം. യുദ്ധം ആരുടേതാണ്? ദൈവത്തിൻ്റെ. എൻ്റെ യുദ്ധം ദൈവത്തിൻ്റെ ആണെന്ന് പറഞ്ഞാൽ പിന്നെ ഞാനിതിനെ വെപ്രാളപ്പെടുന്നു. ഭർത്താവ് നമ്മുടെ കൂടെ വന്നേച്ച് ദൈവമാണ് എൻ്റെ യുദ്ധം നടത്തുന്നതെന്ന് എത്ര പേർക്ക് ബോധമുണ്ട്? കഷ്ടങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, വിഷമങ്ങളുണ്ട്, അതിലെല്ലാം എൻ്റെ ദൈവം മുമ്പിൽ നിൽക്കുന്നു എന്ന് എനിക്കൊന്ന് പറയാൻ. അത് പറയുമ്പോഴാണ് വിശ്വാസത്തിൻ്റെ ശക്തി. എല്ലാം ശരിയായി കഴിഞ്ഞിട്ട് അത് നടത്തി തന്ന ദൈവമെന്ന് അതൊരു സാക്ഷ്യം. പക്ഷേ കഷ്ടത്തിൻ്റെ നടുക്ക് നിന്നുകൊണ്ട് അതിനൊക്കെ നമ്മൾ ഓർക്കുമ്പോൾ യോബിനെ ഓർക്കുന്നില്ലേ? യോബ് കഷ്ടത്തിന് നടുക്ക്, യോബിൻ്റെ ഭാര്യ പറഞ്ഞ് ദൈവത്തെ ദൂഷ്യം പറഞ്ഞു വെച്ച് നീ അങ്ങ് മരിച്ചാൽ മതി, എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത്? യോബ് ചോദിച്ചു, നീ എന്ത് പൊട്ടത്തരയെ വിളിച്ചു പറയുന്നത്? ഇന്ന് വരെ നടത്തിയ ദൈവം ഇനിയും നടത്താതിരിക്കും. നമ്മളോട് റിമൈൻഡ് ചെയ്യാണ്, ഇന്ന് വരെ നടത്തിയ ദൈവം ഇനിയും നടത്താതെ അവൻ നടത്തും. ഉറപ്പാണ്. ഉറപ്പ് വരണം. ആ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ എഴുതണമെന്ന്. എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. കഷ്ടങ്ങളിടയ്ക്ക് നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്യില്ലെന്ന് പറയാൻ മനുഷ്യനല്ലേ, രണ്ട് സൈഡും മനുഷ്യനുണ്ട്. ദാവീദ് സങ്കീർത്തനം എഴുതിയിരിക്കുന്ന നോക്കുകയാണ്. പല സങ്കീർത്തനം തുടങ്ങുമ്പോൾ സങ്കടത്തില്ല, ലാസ്റ്റിൽ നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് മേലെ, നിന്നാൽ ഞങ്ങൾ സൈന്യത്തിന് മേലെ പാഞ്ഞു ചെല്ലും, നിന്നാൽ ഞങ്ങൾ മതിൽ ചാടി കയറും, നിന്നാൽ ഞങ്ങൾ ജയമെടുത്തിരിക്കുന്നു എന്നൊക്കെ സങ്കീർത്തനത്തിൻ്റെ അവസാനം വരുമ്പോൾ സേല എന്ന് പറയും. ഒരു പോസ് ചെയ്ത് നിർത്തൽ കഴിഞ്ഞാൽ പിന്നെ അങ്ങ് സ്തുതിപ്പാണ്. അപ്പോൾ ആദ്യമേ നമ്മുടെ ദുഃഖങ്ങൾ, ഒരു പാത്രത്തിലിരിക്കുന്ന വേദനകൾ പോറൗട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ദൈവത്തിൻ്റെ ആത്മാവിലേക്ക് നമുക്ക് തിരിച്ചു വന്ന് അവൻ്റെ നന്മകളിൽ കൊണ്ടുവന്ന് നിർത്തണം. ഏതഴുക്ക് സ്വപ്നം കണ്ടാലും മരിക്കുന്നത് കണ്ടാലും ജഡം മരിച്ചെന്നേ ഉള്ളെന്നേ, അത് ദൈവത്തിൻ്റെ ആത്മാവ് ഏറ്റെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവത്തിൽ കൊണ്ടുവന്ന് വെക്കണം. ജയിക്കുന്ന ദൈവത്തിൻ്റെ ഒന്നും അറിയാൻ വയ്യെങ്കിൽ സങ്കീർത്തനം 91, 121 എടുത്ത് വായിക്കുക. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.
നാഥ നിൻ്റെ അടുക്കലേക്ക് ബറാഖ താഴ്വര നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു തരാൻ കഴിവുള്ള ഒരു ദൈവമുണ്ട്. ആത്മീയ യുദ്ധമാണല്ലോ നീ പഠിപ്പിക്കുന്ന ഈ ദിവസങ്ങളിൽ. ഞങ്ങൾ ഒരുക്കത്തോടെ വിശുദ്ധിയോടെ നിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുകയാണ്. വചനവുമായിട്ടാണ് കടന്നു വന്നിരിക്കുന്നത്. പൂർവികന്മാർ നിന്നെ ആശ്രയിച്ചു, ഞങ്ങളുടെ പിതാക്കന്മാർ നിന്നെ, അബ്രഹാം തൊട്ടുള്ളവർ നിന്നെ ആശ്രയിച്ചു. അവർക്ക് നീ യുദ്ധത്തിൽ ജയം കൊടുത്തു എങ്കിൽ ഇന്ന് പുതിയ നിയമത്തിൽ ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ ഞങ്ങളുടെ ആലയമായിട്ട് ഞങ്ങൾ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിക്കുന്നു. അപ്പം ഞങ്ങളെ ഇട്ടേച്ചു പോകുന്നില്ല, അവിടുന്ന് ഒരു ഗസ്റ്റ് അല്ല, എന്നും അബൈഡ് ചെയ്യുന്ന, അതായത് എന്നും നമ്മളിൽ വസിക്കുന്ന ഒരു ദൈവാത്മാവ്. പുതിയ നിയമത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം പെന്തക്കോസ്ത് ദിവസം തൊട്ട് നമ്മുടെ ഉള്ളിൽ ആത്മാവ് വസിക്കുകയാണ്. ഈ ആത്മാവിനെ ജീവിപ്പിച്ചുകൊണ്ടാണ് ഈ വചനം അയക്കുന്നത്. അതിനാൽ പരിശുദ്ധാത്മാവ് തന്നെ നമ്മളോട് പറയും യുദ്ധം എനിക്കുള്ളത്. ആ യുദ്ധം അവിടുന്ന് ഏറ്റെടുക്കണം. ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ദിനംപ്രതിയുള്ള യുദ്ധം അവിടുന്ന് ഏറ്റെടുക്കണം. തലമുറകളെക്കുറിച്ചുള്ള ഞങ്ങളുടെ ആവശ്യമില്ലാത്ത ഭാരം എടുത്തു കളഞ്ഞിട്ട് ഈ ദൈവം നിയന്ത്രിക്കുന്നു. ഫറവോൻ്റെ ഹൃദയം പോലും മാറ്റിയവൻ. സദൃശ്യവാക്യം 21 പറയുന്നത് പോലെ രാജാവിൻ്റെ ഹൃദയം നീർതോട് കണക്കെ എങ്ങോട്ട് ഒഴുകണമെന്ന് തീരുമാനിക്കുന്നവൻ നീയാണ്. ഹൃദയങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിവുള്ള ദൈവം തിരിച്ചു കൊണ്ടുവന്നോട്. കർത്താവ് തന്നെ അവരെ തിരിച്ചു ബലമുള്ള കൈകൾ കൊണ്ട് നീ അവനെ പിടിച്ചിരിക്കുന്നതിന് സ്തോത്രം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ മക്കളെ, ഭർത്താക്കന്മാർ ആരൊക്കെയാണ് മാറി നിൽക്കുന്നത് അവരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് നിൻ്റെ ആലയത്തിൽ കൊണ്ടുവന്ന് കർത്താവെ നീ പഠിപ്പിച്ചെടുക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. തലമുറകൾ നഷ്ടപ്പെടാൻ ഒക്കത്തില്ലല്ലോ. അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെയും ദൈവമെന്നല്ലേ പറയുന്നത്. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ ഒരു തലമുറയിലുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിച്ചാൽ നീ ആ വചനങ്ങൾ ഓർത്തിട്ടിട്ട് വാഗ്ദത്തങ്ങൾ തലമുറയ്ക്ക് പ്രാപിച്ചു കൊടുക്കുന്ന ദൈവമാണ്. അങ്ങനെ തന്നെയാണല്ലോ ഞങ്ങൾ ഈ ബറാഖ താഴ്വരയിലും കണ്ടത്. കർത്താവേ, ശത്രു വന്നപ്പോൾ വിഷയം കൊണ്ട് നിൻ്റെ മുമ്പിൽ വെച്ചു. യഹോശാഫാത്ത് ദുഃഖിച്ചു, പ്രാർത്ഥിച്ചു. ദൈവം അത് ഏറ്റെടുത്ത് യുദ്ധം ദൈവത്തിൻ്റെ ആക്കി മാറ്റിയതുപോലെ ഇന്നു മുതൽ ഞങ്ങളുടെ യുദ്ധം യഹോവയ്ക്കുള്ളതായി മാറട്ടെ. നാഥാ, പ്രാർത്ഥന കേട്ട് ഉത്തരം തന്നതിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ, ആമേൻ.